എല്ലാവർക്കും പുതിയൊരു ദിവസത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ നമുക്കിത് ചെറുതായിട്ടൊരു മുള്ളങ്കിയും കൊണ്ടുള്ള ഉപ്പേരി ഉണ്ടാക്കാം. മുള്ളങ്കി ഉപ്പേരി ചില കുട്ടികളൊക്കെ കുട്ടികളൊക്കെ വരുമ്പോൾ അവർക്കൊന്നും അറിയില്ലല്ലോ എന്താ ഈ മുള്ളങ്കി. ചില കുട്ടികൾക്കൊന്നും അറിയില്ല, ചിലർക്ക് അറിയും. അതുകൊണ്ടാണ് പറയുന്നത്. ഇതാണ് മുള്ളങ്കി. ചെറുതായി എരിഞ്ഞാണ്, 4 കിലോ ഉണ്ട് ഇതിൽ. ചെറുതായി എരിഞ്ഞ മുള്ളങ്കിയാണ്. പച്ചമുളകും ഉള്ളി, വലിയൊരു സവാള, പച്ചമുളക് 2 പിന്നെ ലേശം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇടുന്നുണ്ട്. പിന്നെ ഒരു തുടങ്ങാം. നമുക്കെന്നാ ചൂടായി എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ എണ്ണ ഒഴിക്കണത്. ലേശം കടുകിടാം, ഉള്ളി പച്ചമുളക് കൂടാം. വലിയ ഉള്ളിയാണ്. സവാള ഒന്ന് വാടി തരണം. വാടി വരണം. ഒരു ഉപ്പിടാം. കറിവേപ്പില ഇടാം. വലിയ ഇലയിലാണ് മുറിച്ചിടുകയാണ്. മുട്ട കാണിച്ചില്ലേ? 3 മുട്ടയാണ് എടുക്കുന്നത്. മുട്ടയ്ക്ക് 1-2 കൂട്ട കുറയ്ക്കുക ചെയ്യുക. കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാൻ കൂടുതൽ കൂട്ടാം. പൊടിക്ക് മഞ്ഞൾപ്പൊടി ഇടാം. കുറച്ച് മുളക് പൊടി. അത്ര മുളക് ഇടുന്നുള്ളൂ. പച്ചമുളക് ഇട്ടിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ലേശം ഇടുന്നുള്ളൂ. മഞ്ഞൾപ്പൊടി ഇട്ടിടണു. ചൂടാവട്ടെ. നല്ല വരണമൊന്നുമില്ല, ഒരു മീഡിയം പകുതി അതിൻ്റെ മതി. മുള്ളങ്കി ഇടാം. വെള്ളം ഒഴിക്കണം. വേവാള വെള്ളം ഒഴിക്കണം. ഒരു 3 മിനിറ്റ് വേവണം. പച്ചമുളക് നോക്കിയിട്ട് എരിവിടാൻ പാടൂ. അത് എരിവിടരുത്. വേവട്ടെ. എന്താ നോക്കാം, ഉപ്പുണ്ടോ നോക്കാം. വെള്ളമൊക്കെ വറ്റണം. അങ്ങനെ വെള്ളമൊക്കെ വറ്റി മുട്ട ഒഴിച്ചു. 3 മുട്ട ഒഴിച്ചിരുന്നു. കുറച്ച് എന്തെങ്കിലും ഉപ്പിടാം. 3 മുട്ട ഒഴിച്ചിരുന്നു.
ടേസ്റ്റിയായ ഉപ്പേരി റെഡിയായി. മുള്ളങ്കി മുട്ടയും സൂപ്പർ ടേസ്റ്റായ മുള്ളങ്കിപ്പേര് റെഡിയായി. എല്ലാവരും ഉണ്ടാക്കുക, കഴിക്കുക. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഉപ്പേരിയാണ്. എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക എല്ലാവരും.